ഇന്ത്യയിൽ വ്യവസായം ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക്, ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രധാനപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത, BJP മറച്ചുപിടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ഗീതാ ഗോപിനാഥ് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. താരിഫ് ഭീഷണിയേക്കാൾ ഏറ്റവും വലിയ ഭീഷണി, ചാലഞ്ച് ഇന്ത്യ നേരിടുന്നത് അടിസ്ഥാനപരമായ വിഷയം ഇന്ത്യയിലെ പൊല്യൂഷനാണ്. വാസയോഗ്യമല്ലാത്ത ഒരു സ്ഥലത്ത്, പൊല്യൂട്ടഡായ ഒരു സിറ്റിയിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക? അതുകൊണ്ട് തന്നെ ഇന്ത്യ ആദ്യം പരിഹരിക്കേണ്ടത്, ഇന്ത്യയുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യയിലെ വായുമലിനീകരണമാണ്. മലിനമായ വായുവും വെള്ളവുമുള്ള ഒരു രാജ്യത്ത് എങ്ങനെയാണ് വിദേശ കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യുക? ടുഡേ ജേർണലിസ്റ്റിനോ കേന്ദ്രമന്ത്രിക്കോ മറുപടി ഉണ്ടായിരുന്നില്ല. കേന്ദ്രം പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ മറച്ചു പിടിക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഡൽഹിയിലെ പൊല്യൂഷൻ അപകടകരമായ രീതിയിലെത്തിയിരിക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ലീൻ സിറ്റിയായി BJP സർട്ടിഫൈ ചെയ്ത ഇൻഡോറിൽ നിന്ന് മലിനജലം കുടിച്ച് ആളുകൾ മരണപ്പെട്ട വാർത്ത വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് ഇന്ത്യ കുതിക്കുന്നു എന്ന വ്യാജ പ്രചരണം നടത്താൻ വേണ്ടി ലോകവേദികളെ BJP ഉപയോഗപ്പെടുത്തിയത്. ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടെന്താണ്? ഡൽഹിയിലെ പൊല്യൂഷൻ പരിഹരിക്കുന്നതിന് പകരം കേന്ദ്ര ഗവൺമെൻറ് കണ്ടെത്തിയ ഒരു മാർഗം, 30 മീറ്റർ ഏരിയ ഉള്ള സ്ഥലത്ത് 2-3 ടാങ്കറുകൾ രാപ്പകൽ ഭേദമന്യേ നിരന്തരമായി വെള്ളം അടിക്കുകയാണ്. അവസാനം ആളുകളത് കണ്ടുപിടിച്ചു. അവിടെയാണ് പൊല്യൂഷൻ രേഖപ്പെടുത്തുന്ന മീറ്റർ. ആ മീറ്ററിന് ചുറ്റും വെള്ളമടിച്ചുകൊണ്ടാണ് ഡൽഹിയിലെ മലിനീകരണത്തിന് ലളിതമായ പരിഹാരം BJP കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എന്താണ് കാലാവസ്ഥ വ്യതിയാനത്തെപ്പറ്റി, അന്തരീക്ഷ മലിനീകരണത്തെപ്പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ അറിവ്? അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത്, പല ആളുകളും പറയും കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഇപ്രാവശ്യം ശൈത്യമുണ്ട്, തണുപ്പുണ്ട് എന്ന്. സത്യത്തിൽ തണുപ്പ് കൂടുന്നതല്ല, നമ്മുടെ പ്രായം കൂടുന്നതിനനുസരിച്ച് ഒരു വർഷം കഴിയുമ്പോൾ ശരീരത്തിൻ്റെ ബോഡിയിലെ മാറ്റങ്ങൾ വരുന്നു. അതുകൊണ്ട് അവർക്ക് അത് താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ആളുകൾ പറയും ഈ വർഷം കൂടുതൽ തണുപ്പാണ്. സത്യത്തിൽ കാലാവസ്ഥ വ്യതിയാനമില്ല. ഇതാണ് നരേന്ദ്രമോദിയുടെ തിയറി. കാലാവസ്ഥ വ്യതിയാനം ഇല്ലെന്നും പൊല്യൂഷൻ തന്നെ ഇല്ലെന്നും പറയുന്ന ഒരു പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ അടിസ്ഥാന പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ കഴിയും? BJP മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം ലോകവേദിയിൽ തുറന്നു കാണിക്കാൻ ഗീതാ ഗോപിനാഥിന് സാധിച്ചു. IMFൻ്റെ പ്രധാന തസ്തികയിൽ ഉണ്ടായിരുന്ന ആളാണ് ഗീതാ ഗോപിനാഥ്. അവർ സാമ്പത്തിക വിദഗ്ധയാണ്. അവരുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രധാനമന്ത്രിയുടെ തിയറി ആളുകൾക്ക് പ്രായം കൂടുന്നത് കൊണ്ടാണ് തണുപ്പ് തോന്നുന്നത്, കാലാവസ്ഥയ്ക്ക് വ്യതിയാനമില്ല എന്നാണെങ്കിൽ, BJP നേതാവായ സെൻകുമാർ പറയുന്നത് ഡൽഹിയിലെ വായുമലിനീകരണത്തിന് പ്രധാനപ്പെട്ട കാരണം ഗൾഫിലെ പൊടിക്കാറ്റാണ്. പൊടിക്കാറ്റിൻ്റെ ഫലമായിട്ടാണ് ഡൽഹിയിലെ അന്തരീക്ഷം ഇത്രയും മലിനമാകുന്നത് എന്ന ഒരു പുതിയ തിയറി സെൻകുമാറും കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.